ആഷ്മി, നമുക്കിത് കേട്ടറിവുള്ളൊരു കാര്യമല്ല ഈ ഓഡിയോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു. അതിൽ പ്രധാനമന്ത്രി ഓഡിയോ ബ്രിഡ്ജ് ഉപയോഗിച്ച് അദ്ദേഹം ഇവരുമായിട്ടൊക്കെ സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരിക്കുക. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സഞ്ജു സാംസൺ കളിച്ചു കയറിയതുപോലെ കയറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ സമയം ചെലവഴിക്കണം. സാധാരണ ഒരു നേതാവ് എന്തൊക്കെ പറയും അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പ്രചരണയോഗത്തിന് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്ന് പറയേണ്ട കാര്യമാണ്. ഇവിടെ ഒന്ന് പറയേണ്ട അതേ രാഷ്ട്രീയ കാര്യങ്ങൾ ഒരു ഓഡിയോ ബ്രിഡ്ജുകളിൽ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി കുറച്ചുകൂടി അഗ്രസീവ് ആവാനുള്ള തീരുമാനം, അവസാന ഘട്ടത്തിലേക്ക് കുറച്ചുകൂടി അഗ്രസീവ് ആവാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണോ എന്ന് അറിയില്ല. പാലയിലേക്ക് വരുന്നുണ്ട്. പാലയിൽ അതിന്റെ ഈ പറയുന്ന പോലെ അഗ്രസീവ് ആയതിന്റെ പരമാവധിയിലേക്ക് പോകാനായിരിക്കണം പ്ലാൻ. എസ് കെ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ LDF അധികാരത്തിലേക്ക് വരും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശൻ പറയുന്നത് 110 സീറ്റും ND അധികാരത്തിലേക്ക് വരുമെന്നാണ്. തുഷാർ വെള്ളാപ്പള്ളിയും പറയുന്നത് അങ്ങനെ 100-ലധികം സീറ്റുകളും ND അധികാരത്തിലേക്ക് വരുമെന്നാണ്. അപ്പം നമുക്കെന്തോ അറിയാത്ത എവിടെയോ അറിയാത്തൊരു NDA തരംഗം ഇവിടെ ഉണ്ടോ? പ്രധാനമന്ത്രിക്ക് അടക്കം അറിയാവുന്ന ഒരു NDA തരംഗം കേരളത്തിലുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും വോട്ടെണ്ണുമ്പോൾ ജനം തീരുമാനിക്കട്ടെ. പക്ഷേ ഇവിടെ BJP എവിടെയാണ് സ്കാൻ? ഇവിടെ BJP അവരുടെ ഒരു 4-5 അവർ ജയിക്കുമെന്ന് ഉറപ്പിക്കുന്ന 4-5 സീറ്റിൽ എന്താണ് അത്യാവശ്യം നല്ല കട്ടയ്ക്ക് പണം ഇറക്കി പണിയെടുക്കുന്നു എന്നതിനപ്പുറം 2 സീറ്റേ പറഞ്ഞുള്ളൂ. തൃശ്ശൂരും പാലക്കാടും അത്രേ ഉള്ളൂ. എടുത്തു പറഞ്ഞു മുന്നേറ്റം ഉണ്ടെന്ന് പറഞ്ഞു. എടുത്തു പറഞ്ഞു. എസ് കെ എന്ന് പറഞ്ഞാൽ ബാക്കി സീറ്റ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു നറേറ്റീവ് എന്താണ്? കേരളത്തിന്റെ ഇലക്ഷൻ ചർച്ചയിൽ BJP എവിടെയാണ്? അവർ കൊണ്ടുവരുന്ന എന്ത് ചർച്ച കൊണ്ടുവന്നു? അല്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും അങ്ങോട്ടും കൂടെ ഏറ്റുമുട്ടുമ്പോൾ അതിൽ മൂന്നാം കക്ഷിയായി നിൽക്കേണ്ട അവരുടെ പ്രതികരണം എവിടെയും കാണുന്നില്ല. അവരുടെ സ്ഥാനാർത്ഥികളുടെ കാര്യമായ പ്രതികരണം എവിടെയും കാണുന്നില്ല. ബാക്കി നമ്മൾ നേരത്തെ ഒക്കെ പറയുന്ന പോലെ തൃപ്പൂണിത്തുറയിലടക്കം കോന്നിയിലും റാന്നിയിലും അടക്കം അവർക്ക് കുറവോട്ടുള്ള സ്ഥലങ്ങളിൽ ആ വോട്ട് ഈ എസ് കെ കേരളത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച എന്താണ്? ഈ പറയുന്ന BJP സീരിയസ് ആയി മത്സരിക്കാത്ത ബാക്കി മണ്ഡലങ്ങളിൽ BJP വോട്ട് എങ്ങോട്ട് പോകും എന്നാണ് അവരുടെ ചർച്ച. അതോടൊപ്പം തന്നെ ഇപ്പം ഇന്ന് നമ്മൾ ഈ പറയുന്ന പ്രധാനമന്ത്രി ശബരിമല വിഷയം ഉന്നയിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അത് ഉന്നയിക്കുന്നുണ്ട്. LDFും UDFും ക്ഷേത്രക്കൊള്ളക്കാരാണ് എന്നാണ് അതവരുടെ നേരത്തെ ഉള്ള നാറേറ്റീവ് ആയിരുന്നു. എപ്പോഴായിരുന്നു ഈ പറഞ്ഞ ശബരിമല കുടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട UDF ഭരണസമിതി കൂടി ആരോപണത്തിൽ നിന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ BJP ഇവിടെ അവരുടെ പ്രതിഷേധത്തിൽ അഗ്രസീവായത്. ആ സമയത്ത് നാറേറ്റീവ് ആയിരുന്നു. ആ കേസൊക്കെ ഇല്ലാതായി. പക്ഷേ അതേ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയുള്ളൂ. മാത്രം ആ വിഷയത്തിൽ LDFനെ മാത്രം കുറ്റപ്പെടുത്തിയാൽ ആ വോട്ട് UDFനായിരിക്കുമെന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാവുന്ന പ്രധാനമന്ത്രി ാണ്. ഇപ്പൊ എന്തായാലും ശബരിമല കൂടി BJP ഇലക്ഷനിൽ കൊണ്ടുവരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.